Dear students, welcome to Lead's online class. Today we are going to discuss the new chapter, Indian Constitution, Rights and Duties. നമ്മൾ ഷോർട്ടായിട്ട് എഴുതുന്നതാണ് Indian Constitution, Rights and Duties. ഈ ഒരു പാഠത്തിലെന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുറേ എലമെൻസുകൾ നമുക്ക് പഠിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യും അതിലേക്ക് എത്തും. ദ ചാപ്റ്റർ ബിഗിൻസ് വിത്ത് എ ഫ്യൂ ലൈൻസ് ഫ്രം പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിളിൽ നിന്നും അല്ലെങ്കിൽ ആമുഖത്തിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിന് ഈ പാഠം ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഈ പ്രിയാമ്പിളൊന്ന് വായിച്ചു നോക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and it was secure to all its citizens. First one, justice, social, economic and political. Second one is liberty of thought, expression, belief, faith and worship. Next one, equality of status and opportunity and to promote among them all. Next one, fraternity, ensuring the dignity of the individual and the unity and the integrity of the nation. അപ്പോൾ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ സുപ്രീം ലോ ഓഫ് ഇന്ത്യ. ഇറ്റ് വാസ് ഫോംഡ് ഇൻ 26 January 1950. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? Equality, fraternity, secularism, and etc. That's the important features of Indian Constitution. And the preamble. What are the objectives of preamble? അതാണ് എന്ത് ചെയ്യണം നമുക്ക് അടുത്ത് പറയുന്നത്. സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രിയാമ്പിൾ. എന്തൊക്കെയാണ് പ്രിയാമ്പിളിലൂടെ നമുക്ക് തരുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അതിലേക്കാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് പോകേണ്ടത്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഈ ഫെറ്റേണിറ്റി എന്ന് പറയുന്നതും ഈക്വാലിറ്റി എന്ന് പറയുന്നതും ജസ്റ്റിസ് എന്ന് പറയുന്നതും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പോകുന്നത്. പ്രിയാമ്പിളിൻ്റെ ഞാൻ എന്ത് ചെയ്യുക ഒന്നുകൂടി ഡിസ്കസ് ആയിട്ട് എന്ത് ചെയ്യുക പറഞ്ഞു തരാം ഒന്നുകൂടി. നമ്മളെന്താണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ എന്ത് ഇന്ത്യൻ ജനതയാണ് നമുക്കറിയാം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങളായ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പ്രധാനപ്പെട്ട ആശയങ്ങളെന്ന് പറയുന്നത് ഇവർ പറയുന്നത് ജസ്റ്റിസ്, ലിബർട്ടിനെ കുറിച്ച് പറയുന്നു. ലിബർട്ടി എന്ന് പറയുന്ന സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ ഈക്വാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ഈക്വാലിറ്റി എന്ന് പറയുന്ന സമത്വം, നമ്മൾ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നൊക്കെ പറയുന്ന ആ ഒരു സമത്വം എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തുന്നു. ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് സാഹോദര്യം എന്ന് പറയുന്നു. അങ്ങനെയാവുമ്പോൾ ഇതിനെ ആശയപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്തൊക്കെയാണ് അവർ മുൻനിർത്തി നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞ ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണല്ലേ. എന്തൊക്കെയാണ്? പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവൺ ഇൻ ദ പ്രിയാമ്പിൾ ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ദാറ്റ് ഇന്ത്യ ഈസ് എ സോവറൈൻ. പ്രിയാമ്പിൾ പറയുകയാണ് എന്തൊക്കെയാണ് ആമുഖത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യ ഈസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. അത് തന്നെയാണ് ഈ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെയായിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രിയാമ്പിൾ ഡിക്ലെയർഡ് ദി ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, സോവറിൻ, ജസ്റ്റിസ്, സെക്കുലർ ആൻഡ് എറ്റ്സെട്ര. പ്രിയാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സോവറിനിറ്റിയാണ് അല്ലെങ്കിൽ പരമാധികാരമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇക്വാളിറ്റി ഉണ്ട്, സമത്വമുണ്ട്, സെക്കുലറിസം എന്ന മതേതരത്വമുണ്ട്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യപരമാണ്. അതുപോലെ തന്നെ റിപ്പബ്ലിക്കുമാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കിയോ, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിയാമ്പിൾ. എന്തൊക്കെയാണ് പ്രിയാമ്പിളിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിയാമ്പിൾ? സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിയാമ്പിൾ മീൻസ് ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ഈസ് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. നമ്മൾ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വെച്ചുകൊണ്ടാണ് ഇതിലേക്ക് എത്തുന്നത്.
ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്ത് പറയാൻ പറ്റും? സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് ഫ്രീഡം ഓഫ് തോട്ട്, ബിലീഫ് ആൻഡ് വർഷിപ്പ്. തോട്ട്, ബിലീഫ് ആൻഡ് വർഷിപ്പ്, ആരാധനയ്ക്കും വിശ്വാസത്തിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോൾ ഫോം ചെയ്തു അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത് പ്രിയാമ്പിൾ ഡിക്ലെയർ ചെയ്യുന്ന ആശയങ്ങൾ. പ്രിയാമ്പിൾ ഡിക്ലെയർസ് ദാറ്റ് ഇന്ത്യ ഈസ് എ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇന്ത്യ ഈസ് എ സോവറിനാണ്, സെക്കുലറിസാണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക്കാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫെറ്റേണിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞു. ഇറ്റ്സ് എ സുപ്രീം ലോ ഓഫ് ഇന്ത്യ. സുപ്രീം ലോ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ പരമോന്നതമായ നിയമസംഹിതയാണെന്ന് പറയുന്നത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ജാനുവരി 26, 1950. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ഇൻ ജനുവരി 26, 1950. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഈ പ്രിയാമ്പിൾ ഡിക്ലെയർസ് ദ ഇന്ത്യ ഈസ് എ സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, സെക്യുലറിസ്റ്റ് എറ്റ്സെട്ര. നമ്മൾ എഴുതുന്നില്ല ഇവിടെ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യോ ആൻഡ് എക്കണോമിക്കലി, സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രിയാമ്പിളിൻ്റെ ഈ ഘടകങ്ങളിലെ സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഫസ്റ്റ് വൺ, സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് ജസ്റ്റിസ്, പ്രാധാന്യം കൊടുക്കുന്നതാണ്. പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സോഷ്യോ പൊളിറ്റിക്കൽ എന്നുള്ള എക്കണോമിക് ഉണ്ട് കേട്ടോ, എക്കണോമിക് ഉണ്ട്, ചിലത് വിട്ടു വന്നു. ഓക്കെ, സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഒന്ന് കൊടുക്കുന്നത്. പിന്നെന്താണ്? ഫ്രീഡം ഓഫ് തോട്ട്, ബിലീഫ് ആൻഡ് വർഷിപ്പ്. ആരാധിക്കാനും വിശ്വസിക്കാനും അല്ലെങ്കിൽ വിശ്വാസത്തിനൊക്കെ ചിന്തിക്കാനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു, ചിന്താശേഷിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എഴുതുക, ഫ്രീഡം ഓഫ് തോട്ട്, ബിലീഫ് ആൻഡ് വർഷിപ്പ്. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അന്നേരം 3 ഘടകങ്ങളിലേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ജസ്റ്റിസ്, ഫ്രീഡം, ഇക്വാലിറ്റി. ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് തോട്ട്, ബിലീഫ് ആൻഡ് വർഷിപ്പ്. ആൻഡ് അതുപോലെ തന്നെ ഇക്വാലിറ്റി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. നമുക്കതുപോലെ തന്നെ ജസ്റ്റിസ് എന്ന് പറയുന്നതുകൊണ്ട് എന്തുദ്ദേശിക്കാം? സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്ന 3 അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് മെല്ലെ പറയാൻ പോകേണ്ടത് ഇതിലുള്ള ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കുറേ എലമെൻറ്റ്സ് ഉണ്ട്, അതിൽ നമുക്ക് പഠിക്കാനുള്ളത് elements of Indian Constitution. There are 3 important elements in Indian Constitution. First one is fundamental rights, FR എന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ DP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. മൂന്നാമത്തെ എന്താണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇത് 3 ബേസിക് എലമെൻറ്റ്സ് എന്ന്. These are the basic elements of Indian Constitution. We are discussing about first of all, I like to speak about Indian fundamental rights, and the second directive principles, and the third one is fundamental duties. What are the importance of fundamental rights and formation of fundamental rights and etc. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫോർമേഷനും അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? അതാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് പറയാനുള്ളത്. എന്തായിരിക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്? നമുക്ക് ഒരു ചോദ്യമായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ഡിസ്കസ്ഡ് റൈറ്റ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ അവകാശങ്ങളെക്കുറിച്ച്, റൈറ്റ്സിനെക്കുറിച്ച്. അവകാശങ്ങൾ എന്ന് പറയുന്നത് റൈറ്റ്സിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം ചെറിയ ക്ലാസ് നമ്മൾ ഒന്നാമതായിട്ട് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. റൈറ്റ്സ് വിച്ച് ആർ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ആർ എൻഷ്യൂർഡ് ബൈ ഇന്ത്യ. ഇറ്റ് വാസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ്
democratic India. Democracy. Rights is an important factor in the democracy of India. ഇന്ത്യൻ ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ബേസിക് ഓർ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറയുന്നത് റൈറ്റ്സ് എന്ന് പറയുന്നത്, അവകാശങ്ങൾ എന്ന് പറയുന്നത്. നോക്കിക്കോ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം ആർ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 3 of our constitution as the fundamental rights. The fundamental rights included the third part in constitution. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലാണ് എന്തിനെ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദ റൈറ്റ്സ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ഓർ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് or basic element of Indian democracy, and the fundamental rights are included the third part in the Indian constitution. Indian constitutionൻ്റെ മൂന്നാമത്തെ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്ത് ചെയ്തു നമുക്ക് ക്ലിയറായി. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നോക്കാം. Fundamental rights are those rights which cannot be denied to a person at any cost. They are immutable for the holistic development of an individual. എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് cannot be denied to a person at any cost. എന്ന് വെച്ചാൽ നമുക്കിവിടെ എഴുതിയിട്ട് പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എന്താണെന്ന് നോക്കിക്കോ. അതായത് ഇത് സാധാരണ ഒരു റൈറ്റ്സ് തന്നെയാണ്, സാധാരണ ഒരു അവകാശം തന്നെ. പക്ഷേങ്കിൽ ഇതിനൊരു അവകാശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എന്താ പറയുന്നത് നോക്കിക്കോ. ഈ അവകാശം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ അവകാശങ്ങളും പോലെയല്ല. ഈ അവകാശങ്ങൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് നമുക്ക് അതിനെ വീണ്ടെടുക്കാനുള്ള അവകാശം നമുക്ക് ഇതിലുണ്ടാകും. ഓക്കെ, നമുക്ക് പറയാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ്. എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്നല്ല ഒരു കാരണവശാലും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ നമ്മൾ അതിനെ നിഷേധിച്ച് കഴിഞ്ഞാൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നിഷേധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വീണ്ടെടുക്കാം. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മൗലിക അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. They were inevitable for the holistic development of individual. It is affected to the fundamental rights affected to development of individual. അതായത് ഇത് പൂർണ്ണമായിട്ടും എന്തിനെ സ്വാധീനിക്കും, മനുഷ്യൻ്റെ വ്യക്തിഗതമായിട്ടുള്ള വികസനത്തിനെ സ്വാധീനിക്കുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന്. അപ്പം നമ്മൾ റൈറ്റ്സ് എന്ന് പറയുന്നത് പറഞ്ഞു, റൈറ്റ്സ് ഈസ് ദ ബേസിക് എലമെൻറ്റ് ഓഫ് ഓർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ഓർ democracy. The fundamental rights, next we are discussing about the fundamental rights. It included the third part in Indian constitution. അത്രയാണ് പറഞ്ഞു കഴിഞ്ഞത്. പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ പങ്കുവച്ചു. എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ എന്ത് ചെയ്യാം, നമുക്കിതിലൊരു ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് the Indians had been denied many rights during the British period. ബ്രിട്ടീഷ് പീരീഡ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിൻ്റെ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു, നിരവധി തരത്തിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് നമുക്ക് ഡിനൈഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരുന്നില്ല. The Indian freedom movement repeatedly raised to demand for ensuring rights of the citizens. The most important among them was the Nehru Committee report of 1928. This report submitted a list of rights which are to be ensured to the people of India. The framers of Indian Constitution prepared a fundamental rights based on the rights aimed by the struggle of independence and recommended a Nehru report. The Bill of Rights in the American Constitution influenced the formation of Indian Constitution or fundamental rights in India. The formulation of our fundamental rights.
ഓക്കെ, നമുക്കിതിലേക്ക് വരാം. നമുക്കറിയാം ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ നമുക്ക് അവകാശങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നീട് നെഹ്റു കമ്മിറ്റി സബ്മിറ്റഡ് ഡിമാൻഡഡ് അവർ റൈറ്റ്സ് കമ്മിറ്റി നെഹ്റു കമ്മിറ്റി ഇൻ 1928. 1928 നെഹ്റു കമ്മിറ്റിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഈ ഭരണഘടനയുടെ അവകാശങ്ങളൊക്കെ ഭരണഘടനയുടെ രൂപീകരണത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഇതൊക്കെയാണ്. അപ്പോൾ അതിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ്. ഇറ്റ് ഈസ് എഫക്റ്റ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. എന്ത് ചെയ്യുന്നു? ഇത് മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികം നമ്മൾ പറയും ഇറ്റ് ഇൻക്ലൂഡഡ് തേർഡ് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ and the bill of rights in the American constitution influenced the formation of fundamental rights. American constitutionന്റെ അല്ലെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിന്നാണ് എന്ത് ചെയ്തത്, നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്തിൻ്റെ ഫോർമേഷനിലേക്ക് കാരണമാകുന്നത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും ഇതിൻ്റെ രൂപീകരണത്തിൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് തേർഡ് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ബിൽ ഓഫ് റൈറ്റ്സ് ഇൻ ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ പത്രിക എന്ത് ചെയ്തു? സഹായിച്ചു. എന്തിനു സഹായിച്ചു? ഫോർമേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ രൂപീകരണത്തിൽ സഹായിക്കുകയും അത് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്? ദർ ആർ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഈക്വാളിറ്റി. സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ടു ഫ്രീഡം. തേർഡ് വൺ ഈസ് അങ്ങനെയുള്ള 6 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എഴുതി വെക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഈക്വാളിറ്റി. ഈക്വാളിറ്റി സമത്വം കേട്ടോ, ഈക്വാളിറ്റി സമത്വം. സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു എന്ന് എഴുതുന്നില്ല, ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം. അതുപോലെ തന്നെ മൂന്നാമത്തെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതുപോലെ തന്നെ നാലാമത്തേത് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. റിലീജിയൻ. അതുപോലെ തന്നെ അഞ്ചാമത്തെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഇതാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് പറയാനുള്ളത്. ഞാൻ വായിച്ചു തരാം. നമുക്ക് റൈറ്റ് ടു ഈക്വാലിറ്റി. അപ്പോൾ ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ആർ റൈറ്റ് ടു ഈക്വൽ. ഫസ്റ്റ് വൺ ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദർ ആർ 5 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് വൺ ഈസ് right to equality. Second one is right to freedom. Third one is right against exploitation. ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഫോർത്ത് വൺ ഈസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഫിഫ്ത്ത് വൺ ഈസ് റൈറ്റ് ടു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. പിന്നെയോ സിക്സ് വൺ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. എന്ന് പറയുന്ന ഇത്രയും 6 മൗലിക അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ നമുക്ക് ഒന്നാമത്തേതായിട്ട് പറയാനുള്ളത്
റൈറ്റ്സ് ടു ഈക്വാലിറ്റി ആണ്. റൈറ്റ്സ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം സമത്വം അല്ലെങ്കിൽ ഈക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ് നോക്കാം. അതിൽ നിങ്ങൾക്കൊരു ചെറിയൊരു വാർത്താക്കുറിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ടത്. ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻസ് ഫോർ ഡെമോളിഷിംഗ് ദി കാസ്റ്റ് ഫോർട്ട് ഇൻ മധ്യമപുരം വില്ലേജ്. അതായത് ഒരു കാസ്റ്റ് ഫോർട്ട് അല്ലെങ്കിൽ ജാതിമതിൽ തകർക്കുന്ന അല്ലെങ്കിൽ ജാതിമതിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഡൽഹി വേരിയസ് ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ urged the government to demolish the wall in the North Indian village of Madhyapuram, which was constructed to prevent the entry of Dalit sections in the residential areas of the upper caste people. The discrimination in the Madhyapuram were not confined to caste alone. Denial of entry for women in streets and restaurants and no entry for outside villages to the village were also in the New Zealand. അതായത് സംഭവം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു പത്രവാർത്തയാണ് നമ്മൾ വായിച്ചത്. ആ പത്രവാർത്തയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മാധ്യമപുരം. ഈ മാധ്യമപുരത്ത് ഒരു കാസ്റ്റ് ഫോർട്ട് ഉണ്ടായിരുന്നു. കാസ്റ്റ് ഫോർട്ട് എന്ന് പറയുമ്പോൾ ഒരു മതിലായിരുന്നു. ആ മതിലെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും ദ കാസ്റ്റ് ഫോർട്ട് ഡിവൈഡ് ദി അപ്പർ കാസ്റ്റ് ആൻഡ് ലോവർ കാസ്റ്റ്. ഇതെന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും എന്തൊക്കെയായിട്ട് അല്ലെങ്കിൽ ഇത് എന്തിനെയാണ് മാറിപ്പോയാണ്. അതായത് ഈ കാസ്റ്റ് ഫോർട്ട് എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും അപ്പർ കാസ്റ്റിനെയും അതുപോലെ തന്നെ ലോവർ കാസ്റ്റിനെയും രണ്ടായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തിനായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മൾ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ജാതീയപരമായിട്ടുള്ള വിവേചനം നമുക്കവിടെ കാണാൻ സാധിക്കും. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതുപോലെ തന്നെ പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീകൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ എന്ത് ചെയ്തു? നിഷേധിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ആ ആശയങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയോ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ മെൻഷൻ ദി ന്യൂസ് പേപ്പർ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഒന്നാമത് നമുക്ക് എന്ത് പറയാം? ഡിസ്ക്രിമിനേഷൻ ഓഫ് കാസ്റ്റ് പറയാം. അതുപോലെ തന്നെ സെക്കൻഡ് വൺ നമുക്കെന്തറിയാം? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പറയാം. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സമത്വമില്ലായ്മ എന്ത് ചെയ്യാം? ജെൻഡർ ഇൻഇക്വാലിറ്റി പറയാം. പിന്നെയോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് ഒരു പ്രദേശത്ത് ജനിച്ചത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അവരെ വേർതിരിച്ച് നിർത്തുന്നു. അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഇത്രയും ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് മുന്നിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ട് നികുതി കിട്ടുന്നതിന് അല്ലെങ്കിൽ തുല്യമായിട്ട് അവസരങ്ങളൊക്കെ കിട്ടുന്നതിനാണ് നമ്മൾ ഈക്വാലിറ്റി അല്ലെങ്കിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ദ റൈറ്റ്സ് ടു ഈക്വാലിറ്റി ഇൻക്ലൂഡ്സ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ, the prohibition of discrimination on grounds of religion, race, caste, sexual orientation, gender identity, place of birth and etc. അതായത് includes equality before the law. Equality, the rights to equality includes equality before the law, the prohibition of discrimination on grounds of grounds of religion, race, caste, gender etc. അതായത് ജാതീയപരമായിട്ടും മതപരമായിട്ടും വർഗപരമായിട്ടുമുള്ള അസമത്വത്തെ ഇല്ലാതാക്കുക എന്നതാണ് ഈക്വാലിറ്റി അല്ലെങ്കിൽ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈക്വാലിറ്റി മീൻസ് ദാറ്റ് ഇറ്റ് includes equality before the law and it abolished all discriminations. അതായത് ഇതെന്ത് ചെയ്യുന്നു? ഇതിലെന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ദ റൈറ്റ് ടു ഈക്വാലിറ്റി ഇൻക്ലൂഡ്സ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്താണിത്? ഒന്നാണ്. അല്ലെങ്കിൽ റൈറ്റ് ടു ഈക്വാലിറ്റി, ദ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ
കാസ്റ്റ്, റേസ് എന്ന് വെച്ചാൽ വംശം, കാസ്റ്റ്, റേസ്, ജെൻഡർ, സെക്സ്, അതുപോലെ തന്നെ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ എന്ത് ചെയ്യുക, മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനമില്ലാത്ത ഒന്നിനെയാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ടു ഈക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി നമുക്ക് ക്ലിയറായി. റൈറ്റ് ടു ഈക്വാലിറ്റി മീൻസ് ദാറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ടു അബോളിഷ് ദി ഓൾ ഡിസ്ക്രിമിനേഷൻസ് ലൈക്ക് അതായത് ടു അബോളിഷ് ദ ഓൾ ഡിസ്ക്രിമിനേഷൻസ് ഓൺ റേസ്, ബർത്ത് ഓഫ് പ്ലേസ്, കാസ്റ്റ്, റിലീജിയൻ ആൻഡ് എറ്റ്സെട്ര. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, എല്ലാവരും എന്ത് ചെയ്യണം, തുല്യമായി പരിഗണിക്കുന്ന ഒരവസ്ഥയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ഈക്വാലിറ്റി നിലനിൽക്കുന്നത് നിങ്ങളുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ഐഡിയാസ് ഇൻക്ലൂഡ് ദ റൈറ്റ് ടു ഈക്വാലിറ്റി ഗിവൺ ബിലോ. എൻഷ്യൂർ ഈക്വാലിറ്റി ബിഫോർ ലോ, നമ്മൾ പറഞ്ഞാണ് നിയമത്തിന് മുന്നിൽ എന്താണ്, എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന രാഷ്ട്രീയം. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി റേസ്, കാസ്റ്റ്, ജെൻഡർ, സെക്സ് ആൻഡ് എറ്റ്സെട്ര. എൻഷ്യൂർ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്സ്. എൻഷ്യൂർ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്സ്. പൊതു തൊഴിൽ ഇടങ്ങളിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി കിട്ടണം, അല്ലെങ്കിൽ തുല്യമായ സമത്വം എന്ത് ചെയ്യുക, കൊടുക്കുക. അതുപോലെ തന്നെ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, നമ്മളെ ഈ ടൈറ്റിലുകൾ, സ്ഥാനപ്പേരുകളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതായത് നമ്മൾ ചിലപ്പോൾ ഈ ആദ്യകാലങ്ങളിലൊക്കെ നമ്മളെ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള ജാതീയപരമായിട്ടുള്ള സ്ഥാനപ്പേരുകളുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്ന ഉദ്ദേശം ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ഇതെന്തായാലും ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്, എന്തായാലും എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ഭാഗമാണിത്. അപ്പം ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഫസ്റ്റ് റൈറ്റ് ടു ഈക്വാലിറ്റി. ഈക്വാലിറ്റി മീൻസ് ദാറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് equality before the law, equality before the law includes equality before the law and the prohibition of abolishing the all discriminations on caste, on based on the caste, sex, gender, religion, etc. Okay, and next point is right is fundamental right is right to freedom. What is right to freedom? എന്താണ് റൈറ്റ് ടു ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് അസംബ്ലി, അസോസിയേഷൻ, അസംബ്ലി, അസോസിയേഷൻ, അതുപോലെ തന്നെ യൂണിയൻ, കോപ്പറേറ്റീവ്സ്, മൂവ്മെൻറ്റ്സ്, റെസിഡൻസ്, റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ഓക്കുപ്പേഷൻ, റൈറ്റ് ടു പ്രാക്ടീസ് എനി ഓക്കുപ്പേഷൻ ആൻഡ് എറ്റ്സെട്ര. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പം റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാൻ സാധിക്കും. റൈറ്റ് ടു ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ട് B.R. അംബേദ്കർ പറയുന്ന, അല്ലെങ്കിൽ ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന B.R. അംബേദ്കർ, ഹു വാസ് ദി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം B.R. അംബേദ്കർ ആണ്. നമ്മൾ അതിൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോൾ, ദ പിക്ചർ ഓഫ് ഡോക്ടർ B.R. അംബേദ്കർ, ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക് സ്പീച്ചാണ് ഇതിനെ നമ്മളതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതിലേക്ക് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത് നോക്കിയോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റൈറ്റ് ടു ഫ്രീഡം ഇൻക്ലൂഡ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, freedom to form associations, freedom to travel, freedom to expression, freedom to travel anywhere in India and etc. അതായത് നമുക്ക് ഒരു മറ്റ് സ്വാധീനഫലമായി നമ്മളെ തടങ്കലിലാക്കി വെക്കാതെ നമുക്ക് സ്വാതന്ത്ര്യപരമായിട്ട് എല്ലാ സ്ഥലത്തും സഞ്ചരിക്കാനും നമ്മളിങ്ങനെ ഫ്രീ ആയി നിൽക്കാനുള്ള ഒരു അവകാശം കൊടുക്കുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം എന്താണെന്ന് നമുക്ക് ക്ലിയറായി. അതായത് ഇതൊന്നുമില്ല, റൈറ്റ് ടു ഫ്രീഡം ഇറ്റ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു എക്സ്പ്രഷൻ, റൈറ്റ് ടു സ്പീച്ച്, അതുപോലെ തന്നെ റൈറ്റ് ടു ഫോം ദ അസോസിയേഷൻ, റൈറ്റ് ടു
ട്രാവൽ ഇൻ എനിവെയർ, അതായത് ഏത് സ്ഥലങ്ങളിൽ വേണമെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഈ നിയമപരമല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് നിയമ സംരക്ഷണമൊക്കെ നൽകുന്ന അതൊക്കെ ഉള്ളൂ. അപ്പം ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഫ്രീഡം എന്ത് ചെയ്തു, നമ്മൾ അവസാനിപ്പിച്ചു. അപ്പം നമ്മൾ 2 ടോപ്പിക്കുകളെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ്? ഈക്വാലിറ്റി, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം. ഇനി 3-ാമത്തേലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് അത്രയും വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല. ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയാൽ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ആൻസറായി നമുക്ക് എന്ത് ചെയ്യാം. അതിൽ ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ പറഞ്ഞുതരാം. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ് എന്ന് വെച്ചാൽ എന്താ? അതായത് നമുക്ക് സംഘടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കും. അതായത് അല്ലെങ്കിൽ ആയുധങ്ങളില്ലാതെ സംഘടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു. റൈറ്റ് ടു ഫോം അസോസിയേഷനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു റിസൈഡ് എനിവെയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു ക്യാരി ഓൺ എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്, ഇന്ത്യയിൽ ഏത് തൊഴിൽ ചെയ്യാനും ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയുന്നു. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദി ഗ്രൂപ്പ് of 6 to 14 years. Protection from arbitrary arrest and retention. Right to freedom is very important in a democratic state. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഇന്ത്യൻ ഡെമോക്രസി. The above mentioned fundamental rights helped in empowering democratic culture in India. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് എഫക്റ്റ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇന്ത്യൻ ഡെമോക്രാറ്റിക് കൾച്ചർ. ഇന്ത്യൻ ഡെമോക്രാറ്റിക് കൾച്ചർ ഉണ്ടാകുന്നതിന്, ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് ഇതെന്ത് ചെയ്യുന്നു, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്കിതിൽ പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകും. അപ്പോൾ 2 നമ്മളിന്ന് പറഞ്ഞത്, ഇനി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെക്ഷനിൽ അത് പറയും. എത്തുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ 2 പറഞ്ഞു. റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഈക്വാലിറ്റിയും പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പറയുന്നത് റൈറ്റ് ടു എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾക്കെതിരായുള്ള അവകാശം എന്താണെന്ന് നോക്കാം. റൈറ്റ് ടു എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു ചിത്രം കാണാം. ഒരു കുഞ്ഞ് എന്ത് ചെയ്യുന്ന മെറ്റലടിക്കുന്ന ചിത്രം, അതുപോലെ തന്നെ കുട്ടികളൊക്കെ പണിയെടുക്കുന്ന ഒരു ചിത്രമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ചൈൽഡ് ലേബർ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെയാണ് എന്തിന് അതിലൂടെ പറയുന്നത്. എന്താണെന്ന് നോക്കിയോ. ദ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പ്രൊഹിബിറ്റ്സ് all forms of forced labor, child labor and trafficking of human beings. Children under age of 14 are not allowed to work. അതായത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഫോഴ്സ്ഡ് ലേബർ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു എല്ലാ തരത്തിലുള്ള ഒരു ഫോഴ്സ്ഡ് ലേബർ നിരോധിക്കുക. പ്രൊഹിബിറ്റ്സ് ഓൾ ഫോഴ്സ്ഡ് ലേബർ ലൈക്ക് ചൈൽഡ് ലേബർ. അതായത് ഒന്നാമത് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഒരു ബാലവേല, നമുക്കതിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. The right against exploitation means that it prohibits all forms of forced labors. ഇതെന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും ഫോഴ്സ്ഡ് ലേബറിന് അല്ലെങ്കിൽ ചൂഷണപരമായിട്ടുള്ള തൊഴിലിനെ എന്ത് ചെയ്യുന്നു, ഇത് നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ചൈൽഡ് ലേബർ, ട്രാഫിക്കിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. Children under the age of 14 are not allowed to work. നമ്മൾ ഈ കാണുന്ന ചെറിയ കുട്ടികളൊക്കെ ബാലവേലയൊക്കെ ചെയ്യുന്നത് നിരോധിച്ചു കൊണ്ടുള്ള ഒരു മൗലിക അവകാശമാണ് എന്ത് പറയുന്നത്, ഈ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അവരുടെ അവകാശം എന്താണ്? അവരുടെ അവകാശം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് എന്ത് അവരുടെ ഈ ഒരു ചെറുപ്പകാലത്ത് അവരുടെ അവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് right against exploitation means that it included it means that prohibit all forms of forced labors like child labor, human trafficking and etc.
അതായത് ഹ്യൂമൻ ട്രാഫിക് മനുഷ്യക്കടത്തിനെയും അതുപോലെ തന്നെ മനുഷ്യക്കടത്തിനും അതുപോലെ തന്നെ ബാലവേലയും ഒക്കെ നിരോധിക്കുന്നതാണ് എന്ത് പറയുന്നത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്രയേ പഠിക്കാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പാഠഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി ഇത് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു തരാം. In India, there exist different types of exploitation including child labor. നമുക്കറിയാൻ സാധിക്കുന്നതാണ്. We can see economic exploitation similar to slavery around us. The right against exploitation is concerned with the prohibition of this type of exploitation and equip the individuals for leading the dignified life. Forced labor and trafficking human beings are prohibited. Employment of children in factories and other dangerous sectors are forbidden. അതായത് പ്രൊഹിബിറ്റഡ് ദി ചൈൽഡ് ലേബർ നിരോധിക്കുക. അതുപോലെ തന്നെ പിന്നെന്താണ് ചൈൽഡ് ലേബർ നിരോധിക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ പൂർണ്ണമായിട്ടും ഡേഞ്ചർ അല്ലെങ്കിൽ അപായകരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ ഉപയോഗിക്കും. സർക്കസുകളിലുള്ള നിങ്ങൾ കാണില്ലേ, സർക്കസുകളൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്കറിയാം ചെറിയ കുട്ടികൾ അതിൽ കഠിനമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നിരോധിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിനെ പ്രധാനമായിട്ട് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വന്നാൽ നമ്മൾ പറയാൻ സാധിക്കുന്ന ഇതാണ്. നമുക്ക് പറയുന്നത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ മീൻസ് ദാറ്റ് ഇറ്റ് ഇൻക്ലൂഡ് ഓൾ പ്രൊഹിബിഷൻ ഓഫ് ഓൾ forms of forced labors. All forms of prohibits all forms of forced labors, child labors, human trafficking, etc. അതായത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് പോലുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിരോധിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫ്രീഡം ഓഫ് റിലീജിയൻ. ഫ്രീഡം ഓഫ് റിലീജിയൻ നോക്കുക. ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് റിലീജിയൻ ഇൻക്ലൂഡ്സ് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ profession, practice and propagation of religion, freedom to manage religious affairs, freedom from certain taxes and freedom from religious interpretations and etc. എന്ന് വെച്ചാൽ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഫ്രീഡത്തിനും എന്ത് ചെയ്യുന്നില്ല ഇന്ത്യ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. സോറി, ഒരു റിലീജിയനും എന്ത് ചെയ്യുന്നത്, മാറിപ്പോയതാണ്. ഒരു റിലീജിയൻ ഫ്രീഡം ഓഫ് റിലീജിയനാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുമ്പോൾ ഒറ്റ റിലീജിയനും ഇന്ത്യയിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതായത് എല്ലാ റിലീജിയനും ഒരേ തുല്യമായുള്ള പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അതിലേക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കിയോ. ഇന്ത്യ പ്രൊമോട്ട് സെക്യുലറിസം. ഇന്ത്യ ഈസ് എ ഡൈവേഴ്സിറ്റി. ഇന്ത്യ ഈസ് എ ഡൈവേഴ്സിറ്റി റീജിയൻ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വൈവിധ്യമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഫോളോഡ് എ സെക്യുലറിസം. വി ആർ ഡിസ്കസിങ് ദ പ്രീവിയസ് ക്ലാസ്. സെക്യുലറിസം ഇസ് ദ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇന്ത്യ പ്രൊമോട്ട് സെക്യുലറിസം. ഒരു മതേതരത്വത്തിനാണ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിലെന്തല്ല, ഒരു പ്രത്യേക മതത്തിനൊന്നും എന്തില്ല പ്രാധാന്യം കൊടുക്കുക. മതേതരം, എല്ലാ മതത്തിനെയും തുല്യമായി കാണുക, ഒരു മതത്തിനും പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കേണ്ട, ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദർ ഈസ് നോ ഒഫീഷ്യൽ റിലീജിയൻ ഫോർ ഇന്ത്യ. ഇന്ത്യയിൽ എന്തല്ല, ഒരു ഔദ്യോഗികപരമായിട്ടുള്ള ഒരു മതം പോലും ഇന്ത്യയിൽ ഇല്ല. നമുക്കറിയാം, ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യ ഡസ് നോട്ട് പ്രൊമോട്ട് എനി റിലീജിയൻ. ഇന്ത്യ എന്തല്ല, ഒരു റിലീജിയനെയും എന്തില്ല പ്രൊമോട്ട് ചെയ്യില്ല. ഇന്ത്യ പ്രൊമോട്ടഡ് ദ ഐഡിയ ഓഫ് സെക്യുലറിസം. ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഏത് ഐഡിയയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? സെക്യുലറിസത്തിനാണ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നത്. റിലീജിയസ് ഫ്രീഡം ഈസ് എൻഷുർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എൻഷുർ ദ ഫോളോയിങ്സ്: റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഇൻ റിലീജിയൻ. അതായത് സ്വാഭാവികമായിട്ടും ഇതിൽ പറയുന്ന ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഏത് മതത്തിലും വിശ്വസിക്കാൻ, പ്രചരിപ്പിക്കാനുള്ള അവകാശം എന്ത് ചെയ്യുന്നു ഇവർ കൊടുക്കുന്നത്. റൈറ്റ് ടു പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. അതായത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവരുടെ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ മതങ്ങൾ പ്രചരിപ്പിക്കാം. അതിലൊന്നും എതിരല്ല. പക്ഷേങ്കിൽ ഇന്ത്യക്ക് മൊത്തമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു മതമില്ല. ഇന്ത്യ നോട്ട് പ്രൊമോട്ട് എനി റിലീജിയൻ. There is no official religion for India. India does not promote any religion and it is also promoted secularism.
സെക്യുലറിസത്തിനാണ് എന്തിനെ ഇവർ പ്രധാനമായിട്ടും ഇന്ത്യ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറയുന്നത്. ബട്ട് റൈറ്റ് ടു പ്രൊഫീസ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ, ഏത് റിലീജിയൻ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പ്രചരിപ്പിക്കാൻ സാധിക്കും. ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി എന്തൊക്കെ ചെയ്യണോ, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റിലീജിയനെ പരിപോഷിക്കാൻ. നിങ്ങൾ കാണുന്നില്ലേ പല ചാരിറ്റി സംഘടനകളും ചില മതപരമായിട്ടുള്ള മതസംഘടനകൾ എന്ത് ചെയ്യുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണാറില്ലേ. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മൾ അടുത്ത കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്കൂൾസ് ആൻഡ് പ്രൊമോട്ട് ദ കൾച്ചറൽ വാല്യൂസ് ആൻഡ് കൾച്ചറൽ ഐഡിയാസ് ആൻഡ് ലാംഗ്വേജസ്, ലിംഗ്വിസ്റ്റിക് ഐഡിയാസ് ആൻഡ് എറ്റ്സെട്ര. അതിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പോവുക. നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കിയോ. The cultural and educational rights preserve the rights of any section of citizens to conserve their culture and language or script, and right of minorities to establish and administer education institute of their choice. അതായത് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയോ. The cultural and educational rights promote educational institutions, establishment of educational institution by minorities. മൈനോറിറ്റീസിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വാഭാവികമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദി പ്രൊപ്പഗേറ്റഡ് സ്ക്രിപ്റ്റ്സ്, ലിംഗ്വിസ്റ്റിക്സ്, ഇതിനൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നിങ്ങളുടെ പാഠഭാഗത്തു നിന്നുള്ള ഒരു 2 കൊളാഷുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും എന്താണ് പറയുന്നത്. നോക്കുക, പ്രൊട്ടക്ഷൻ ഓഫ് ദിയർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ. അപ്പം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പ്രൊമോട്ട് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എക്സ്ട്രാ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എക്സ്. അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെയും അതുപോലെ തന്നെ കൾച്ചർ അല്ലെങ്കിൽ ഭാഷകളെയും പിന്നെ അതുപോലെ തന്നെ ലിപികളെയൊക്കെ പരിപോഷിപ്പിക്കുന്നതിൽ ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട്, റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഹാവ് എ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ദർ ചോയ്സ്. അത് അല്ലെങ്കിൽ മൈനോറിറ്റീസിന് വേണമെങ്കിൽ എന്ത് ചെയ്യണോ, സ്വാഭാവികമായിട്ട് സ്റ്റാർട്ടഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളാണ് കേട്ടോ. അപ്പം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് ബൈ മൈനോറിറ്റീസ്. ആരെന്ത് ചെയ്യുന്നു, മൈനോറിറ്റീസ് എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെടുന്നു. പ്രൊപ്പഗേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഐഡിയാസ് ആൻഡ് സ്ക്രിപ്റ്റ്സ് ആൻഡ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത്. അപ്പം അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. The right to constitutional remedies is a present for enforcement of fundamental rights. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മളിപ്പം പറഞ്ഞ ഈ 5 എണ്ണത്തിനെയും ഏതെങ്കിലും തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കിക്കോ. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ proposes remedial measures if the fundamental rights are violated. This is known as right to constitutional remedies. അതായത് ഏതെങ്കിലും തരത്തിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പങ്കെടുക്കുക അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കും. അതിന് ഇറ്റ് ഹെൽപ്പ് ടു ദ കോർട്സ്, സുപ്രീം കോർട്ട്, ഹൈ കോർട്ട്, district courts help to the courts are related to constitutional remedies, rights of constitutional remedies. ഈ കോടതികൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന എന്താണ്, ഇതിനെയാണ്. കോൺസ്റ്റിറ്റ്യൂഷന് റെമഡീസുമായിട്ട് ബന്ധപ്പെടുന്നതാണ് കോർട്ടുകൾ എന്ന് പറയുന്നത്, കോടതികൾ എന്ന് പറയുന്നത്. ദ കോർട്സ് ആർ റിലേറ്റഡ് ടു റൈറ്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് തകർന്നു പോയി അല്ലെങ്കിൽ നമുക്ക് നിഷേധിക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ പോവാം. നമ്മൾ എവിടേക്കാണ് പോവുക? കോർട്ടിലേക്ക് പോകും. കോർട്ടിലേക്ക് പോയിട്ട് നമുക്കതിനെ കിട്ടുകയും ചെയ്യുന്നു. പറയാം. As per these rights, if the fundamental rights are violated, an individual can approach either the Supreme Court or High Courts or enforcing them. അതായത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും? സുപ്രീം കോർട്ടിലേക്കോ ഹൈക്കോർട്ടിലേക്കോ നമുക്ക് പോകാൻ സാധിക്കും. And the orders issued by the respective courts for the enforcement of the fundamental rights known as writs. എന്താണ് റിട്സ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് റിട്സ് എന്ന് ചോദിക്കും. അപ്പം നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യണോ, നമുക്കൊരു ഉത്തരവ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ഉത്തരവ് ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ റിട്സ് എന്ന് പറയുന്നത്. റിട്സ് മീൻസ് ദാറ്റ് എന്താണ് റിട്സ് എന്ന് പറയുന്നത് നോക്കിക്കോ. ദ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ കോർട്സ്, ദാറ്റ് ഈസ് കോൾഡ് that is related to writs. There are 5 writs in related to there are 5 writs issued by Supreme Court. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഹേബിയസ് കോർപ്പസ്, സെക്കൻഡ് വൺ ഈസ് മാൻഡവസ്, തേർഡ് വൺ ഈസ് കോ വാറൻറ്റോ, ആൻഡ് ഫോർത്ത് വൺ ഈസ് സെർഷറി, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് പ്രൊഹിബിഷൻ. അപ്പോൾ റിട്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഓർഡേഴ്സ്. ഒരു ഓർഡേഴ്സ് ആണ് എന്ന് പറയുന്നത് റിട്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടുകൾ ഇഷ്യൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഓർഡറുകളെയാണ് നമ്മളെന്ന് പറയുക സ്വാഭാവികമായിട്ട് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ട് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് റിട്സ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റിട്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഹേബിയസ് കോർപ്പസ്, സെക്കൻഡ് വൺ ഈസ് മാൻഡമസ്, തേർഡ് വൺ ഈസ് കോ വാറൻറ്റോ, ആൻഡ് ഫോർത്ത് വൺ ഈസ് certiorari, and fifth one is prohibition. There are 5 writs in related to rights to constitutional remedies. First one is habeas corpus, mandamus, quo warranto, certiorari, prohibition. Writs means that is orders issued by Supreme Court. Okay. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ എന്ത് ചെയ്യും, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്ത് ചെയ്തു അവിടെ അവസാനിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ BR അംബേദ്കറിൻ്റെ ഒരു നോട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് വാസ് ആസ്ക്ഡ് അബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, my answer is the rights to constitutional remedies is the heart and soul of the Indian Constitution. What is the soul and heart of the Indian Constitution എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. Which fundamental rights is called heart and soul of the Constitution? ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം. ഏതാണ്? റൈറ്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ദാറ്റ് ഈസ് ദ സോൾ ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ term introduced by the idea introduced by BR Ambedkar. He was the architect of Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റ് ആയിരുന്ന അല്ലെങ്കിൽ ശില്പിയായിരുന്ന BR അംബേദ്കർ ആണെന്ന്. ഹി സേസ് ദാറ്റ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഈസ് എ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹൃദയവും ആത്മാവുമാണ് എന്നെന്ത് ചെയ്തു ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇതാണ് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടത് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പ്രിയാമ്പിളിനെ കുറിച്ച് പറഞ്ഞു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 3 എലമെൻസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ആർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. Fundamental rights means there are 6 fundamental rights in Indian Constitution. Right to equality, right to freedom, right against exploitation, and the fourth one is right to freedom of religion. Fifth one is right to cultural and educational rights, and the last one is right to constitutional remedies, etc. അപ്പോൾ നമ്മൾ ഈ 5 കാര്യങ്ങളും പറഞ്ഞു. ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ദ തേർഡ് പാർട്ട് ഇൻ ദി Indian Constitution.
The Bill of Rights in the American Constitution influenced the formation of ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ രൂപീകരിക്കാൻ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഘടകമായിരുന്നു ഏതെന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് എന്ത് ചെയ്യുന്നു, നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക് പറയാം. ഓക്കെ.